മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവ് അപകടത്തുരുത്ത്. മുമ്പും നിരവധിയായ അപകടങ്ങളാണ് പ്രദേശത്ത് നടന്നിട്ടുള്ളതെന്ന് റിപ്പോർട്ട്. ഇറക്കവും കൊടും വളവും റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും ക്രാഷ് ബാരിയറുകൾ ബലവത്തല്ലാതിരുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായാണ് പരാതി. പൊതുമരാമത്ത് അധികൃതർക്ക് നിരവധി തവണ പരാതികൾ സമർപ്പിച്ചെങ്കിലും അവ അവഗണിച്ചതിന്റെ ഫലമാണ് 4 ജീവനുകൾ പൊലിയാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവ് അപകടത്തുരുത്താണ്. മുമ്പും ഇവിടെ നിരവധിയായ വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടതിൽ ഏറെയും ട്രാവലറുകളാണ്. ആനക്കുളം മാങ്കുളം റോഡ് മുഖം മിനുക്കിയ ശേഷവും വാഹനാപകടങ്ങൾ സംഭവിച്ചു. ഇറക്കവും കൊടും വളവും നിറഞ്ഞ ഭാഗമാണിവിടം. റോഡ് നവീകരിച്ച ശേഷം ഈ ഭാഗത്ത് ക്രാഷ് ബാരിയർ സ്ഥാപിക്കുകയും ഇറക്കം തുടങ്ങുന്ന ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ റോഡിന്റെ അശാസ്ത്രീയത മൂലം അപകടങ്ങൾ ആവർത്തിക്കപ്പെട്ടു. റോഡിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അധികാരികളോട് ശാസ്ത്രീയമായി നിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധികാരികൾ അവ വകവെച്ചില്ല. ഉദ്യോഗസ്ഥർ കാണിച്ച അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാവാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇത്രയും വലിയ അപകടം നടക്കുന്ന ഈ സ്ഥലത്തായിട്ട് പോലും ഈ ബാരിക്കേഡുകൾ പണിതപ്പോൾ അത് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കേണ്ട സ്ഥലത്ത് അവരതിൻ്റെ മോൾ ഭാഗത്ത് മാത്രം ശകലം കോൺക്രീറ്റ് ഇടുകയും അത് ചുമ്മാ വെറും വേലിപ്പത്തിൽ ഉറപ്പിച്ച് വെക്കുന്ന രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥർക്ക് അഴിമതിയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇതെല്ലാം. അത് ഒരു കുഞ്ഞടക്കം ഏതാണ്ട് ഒരു 4 പേരാണ് ഇന്നലെ മരണപ്പെട്ടിരിക്കുന്നത്. 10ഓളം പേര്. അവർ എന്തോരം വളരെയേറെ എത്രയോ ജീവിതമുള്ളതാണ് പിഞ്ചു കുഞ്ഞിനൊക്കെ. നമ്മൾ അതെല്ലാം ഒന്ന് ചിന്തിക്കേണ്ടത്. ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിർമ്മാണം നടക്കുന്ന സമയത്ത് സമീപത്തെ ഭൂവുടമ സ്ഥലം വിട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ കേട്ടില്ല. നിരവധി തവണ PWD അധികൃതർക്ക് പരാതികൾ സമർപ്പിച്ചതാണ്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് പരാതികൾ അവഗണിച്ചതിന്റെ പരിണിത ഫലമാണ് 4 ജീവനുകൾ പൊലിയാൻ കാരണമെന്നും അധികൃതരുടെ അഴിമതിയാണ് ഇതുവഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീൺ ജോസ് ആരോപിച്ചു. ഈ 4 ജീവനുകൾ നഷ്ടപ്പെടാനിടയായ പേമരം വളവിലെ അപകടം PWDക്ക് സമർപ്പിക്കുകയാണ്. കാരണം ഈ റോഡിൻ്റെ നിർമ്മാണം നടന്ന സമയത്ത് ഈ അപകട വളവിനെക്കുറിച്ചും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി 10 സെൻറ്റ് മാത്രം സ്ഥലമുള്ള ഭൂവുടമ 2 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അഴിമതിക്ക് വേണ്ടി അന്നത്തെ എയും അന്നത്തെ കോൺട്രാക്ടറും ചേർന്നുള്ള ഒത്തുകളിയുടെ ഫലമാണ് ഈ തുടർച്ചയായി ഉണ്ടാകുന്ന 11 അപകടങ്ങളും ഈ 4 പേരുടെ ജീവനും നഷ്ടപ്പെട്ടത്. റോഡ് ടാറിംഗ് നടത്തിയതോടെ വാഹനങ്ങൾ പ്രദേശത്തുകൂടി വേഗതയിൽ കടന്നുപോകുന്ന സാഹചര്യമുണ്ട്. ഇറങ്ങുന്നതിനിടയിൽ വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടമാകുന്നതാണ് അപകടങ്ങൾ ആവർത്തിക്കുവാൻ ഇടയാക്കുന്നത്. മതിയായ വഴിയിലെ സിഗ്നലുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഡ്രൈവർ പരിചയക്കുറവുള്ള ഡ്രൈവറായിരിക്കും. വഴിയിൽ കുത്തനെ ഉള്ള ഇറക്കവും വലിയൊരു വളവുമാണ്. നമുക്ക് മുന്നിലെ കാഴ്ച കാണാൻ പറ്റാത്ത ഒരു റോഡാണ്. അപ്പോൾ അമിതമായ സ്പീഡിലായിരിക്കണം ഡ്രൈവർ. അങ്ങനെ ഒരു സൈഡിലേക്കും വണ്ടി വീല് പൊങ്ങിയിട്ട് ബാരിക്കേഡിലിടിച്ച് താഴത്തേക്ക് മറിഞ്ഞാട്ടാണ് കാണുന്നത്. മുമ്പ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടപ്പോഴൊക്കെയും തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായി പോയത്. മുന്നറിയിപ്പ് ബോർഡും ക്രാഷ് ബാരിയറും സ്ഥാപിച്ചിട്ടും അപകടം കുറയാത്ത സാഹചര്യത്തിൽ ഇറക്കം ആരംഭിക്കുന്നതിന് മുമ്പ് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ ഹമ്പ് സ്ഥാപിക്കാവുന്നതാണെന്ന വാദവുമായിരുന്നു. വലിപ്പമുള്ള അപകട മുന്നറിയിപ്പ് ബോർഡ് വേണമെന്നും ആവശ്യമുണ്ട്. ആനക്കുളത്തേക്കെത്തുന്ന വിനോദസഞ്ചാരികൾ വഴി പരിചയമുള്ളവരല്ല. മധ്യവേനൽ അവധി ആരംഭിക്കുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കും. അതിനു മുമ്പായി അപകടം നിയന്ത്രിക്കുവാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.